ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു മിനി വ്ലോഗ് കണ്ടാലോ? രാവിലെ ഞാൻ ഓൾറെഡി എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാനൊന്ന് ഫ്രഷായി വന്നു. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ബെഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഡേ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി എനിക്ക് ലഞ്ച് കഴിക്കാനുള്ള പ്ലാൻ നോക്കണം. അപ്പോൾ ഞാൻ അരി എടുത്ത് അടുപ്പിൽ വെച്ചു. അതിനുശേഷം പാരലലി എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞു. പിന്നെ പൊട്ടറ്റോ ഫ്രൈ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ റൂംമേറ്റ് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്, എൻ്റെ അല്ല. അപ്പോൾ ചോറെല്ലാം റെഡിയായി. ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ചിക്കൻ ഞാൻ തലേ ദിവസം തൈരിലും കുറച്ച് മസാലയിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ കറിയിൽ ഓൾറെഡി അരിഞ്ഞു വെച്ച കുറച്ച് പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയ ഒരു വെറൈറ്റിക്ക് വേണ്ടി. ചിക്കൻ കറി ആവുന്ന ടൈമിൽ ഞാൻ പൊട്ടറ്റോ കൂടെ ഫ്രൈ ചെയ്തെടുത്തു. ഞാൻ പിന്നെ ദാല് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ കുറച്ച് ചൂടാക്കിയാണ് എടുക്കാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതും ചൂടാക്കി. ആ സമയം കൊണ്ട് ചിക്കൻ കറിയും റെഡിയായി. ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു. പിന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ പുറത്ത് പോകുന്നത്. അപ്പം നമുക്ക് ക്വിക്കായിട്ടൊന്ന് റെഡിയാവാൻ ഞാൻ ജസ്റ്റ് അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഹിമാലയയുടെ കാജലാണ് ഞാൻ യൂസ് ചെയ്തത്. കണ്ണെഴുതി ജസ്റ്റ് ഐലൈനർ വെച്ചൊരു പൊട്ടും തൊട്ടു, കമ്മലിട്ടു. പിന്നെ ലിപ്സ്റ്റിക്ക് മസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് തന്നെയാണ് ഇപ്രാവശ്യം യൂസ് ചെയ്തത്. അപ്പം നമുക്ക് പോവാം. പുറത്ത് അത്യാവശ്യം ക്ലൈമറ്റ് നല്ല മൂടലായിരുന്നു. അപ്പം ഞാൻ പോയ സ്ഥലം വടപഴനിയിലുള്ള ഫോറം മോളിലായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെയുള്ള വെസ്റ്റ് സൈഡിലാണ് ഞാൻ ചെന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. വലിയ വെസ്റ്റ് സൈഡ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി എടുത്തു. പിന്നെ അതിന് മാച്ചായിട്ടൊരു ചെരുപ്പ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ബെൽജിയൻ വാഫിൾ ഷോപ്പുകളുണ്ട്. അപ്പോൾ എനിക്ക് വാഫിൾ കഴിക്കാൻ തോന്നി. ഞാനൊരു നേക്കഡ് ന്യൂട്ടെല്ല വാഫിൾ മേടിച്ചു. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാധനങ്ങളും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴി ഞാൻ പീരിയഡ്സ് ആയി. അപ്പം ഞാൻ പീരിയഡ് പാൻറ്റിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ എവറീവിൻ്റെ പീരിയഡ് പാൻറ്റിയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. സൂപ്പർ അഫോർഡബിൾ ആണ്. 10 പീരിയഡ് പാൻറ്റി വരെ 200 സംതിങ് റേഞ്ചിന് കിട്ടും. ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന എൻ്റെ ഡിന്നർ ഞാൻ കഴിക്കുകയാണ്. എഗ് ദോശയും ഞാനുണ്ടാക്കിയ ചിക്കൻ കറിയാണ് കഴിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ള ഞാൻ വാങ്ങിയ ഒരു ലൈറ്റിനെ പറ്റിയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ലൈറ്റ് കേട്ടോ. വളരെ അഫോർഡബിൾ ആണ്. 100 സംതിങ് എന്തോ ഉള്ളൂ പ്രൈസ്. പക്ഷേ ഈ കുഞ്ഞ് ലൈറ്റ്, യെല്ലോ ലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഹോസ്റ്റലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ മേലെ ലിങ്ക് കൊടുക്കാം. അതിൽ പോയി പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.